ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോവാം, ബാഗ് തൂക്കിക്കുക. എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഡാൻസ് ഉണ്ട്, അപ്പോൾ മേക്കപ്പ് ഇടാൻ പോവാം. അപ്പോൾ നമ്മുടെ ജാനുമോൾ പറഞ്ഞ പോലെ ഇന്ന് സ്കൂൾ ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ഇന്ന് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ജാനുവിനെ രാവിലെ ഞാൻ കൊണ്ടുപോകാം, 11 മണിയായപ്പോൾ കൊണ്ടുപോയി. കാരണം അവൾക്ക് 3-4 ഡാൻസ് ഉണ്ട്. അപ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണം. ബാലൂസിന് ഒരു ഡാൻസേ ഉള്ളൂ. അപ്പം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മഞ്ഞി അവളെയും കൊണ്ട് വരും. പിന്നെ വൈകുന്നേരം 3-4 മണിക്ക് പ്രോഗ്രാം തുടങ്ങുള്ളൂ. അപ്പോഴത്തേനും അമ്മയും ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി ഉടനെ തന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് അങ്ങ് പോയി. എല്ലാവരും തകൃതിയായിട്ട് മേക്കപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജാനുമോൾ ഇവിടെ 4ാം ക്ലാസ് വരെയാണുള്ളത്. അപ്പോൾ ഈ 4 വർഷവും എല്ലാ പ്രോഗ്രാമിലും ജാനു പങ്കെടുക്കും. ഒട്ടുമിക്ക എല്ലാ ഡാൻസ് ഐറ്റംസിലും അവൾ പങ്കെടുക്കും. ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന് ഡാൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ അവൾ മേക്കപ്പ് ഇട്ടു. ആ സമയമായപ്പോഴത്തേക്കുള്ള സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു, ചെയർസൊക്കെ അറേഞ്ച് ചെയ്തു. ഇവരാണെങ്കിൽ ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു സ്പോട്ടിൽ. പിന്നെ അത് പോയിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ജാനുവും പിന്നെ കുറച്ച് കുട്ടികളും കൂടി. അങ്ങനെ ഫേസ് മേക്കപ്പും ഡ്രസ്സും എല്ലാം ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇനി പൊട്ടൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അതാ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവർക്കിത് പൂജാ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. അപ്പോൾ 6-7 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കോസ്റ്റ്യൂം എല്ലാം റെഡിയായി ഒരുങ്ങി സെറ്റപ്പായി. ഇതാ 6 പേരും നിരന്തരം ഇരിക്കുന്നുണ്ട് സുന്ദരിമണികളായിട്ട്. അങ്ങനെ അവരുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബാലമോളെ പിന്നെ കൊണ്ടുവന്ന് പിന്നെ അവളെ ഒരുക്കണം. അതുകൊണ്ട് ജാനുവിനെ ആദ്യം എല്ലാം ഒരുക്കങ്ങളെല്ലാം റെഡിയാക്കി. ഇനി പിന്നെ പോയിട്ട് വേണം ചോറൊക്കെ കഴിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ വാരി കൊടുത്തത്. എൻ്റെ ബാലമോൾ എന്താ ഫ്രണ്ട്സ് എല്ലാം റെഡിയായി നിരന്തരം ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നെ ആദ്യമായിട്ട് മേക്കപ്പ് ഇടാൻ പോവുകയാണ്. ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് ആണ്. അപ്പോൾ അതിന് ത്രില്ലടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല. മേക്കപ്പ് ഇനി തുടച്ച് കളയോ അത് ഇടാൻ സമ്മതിക്കുകയോ ഉറക്കമൊക്കെ വരുന്നുണ്ട്. കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിനറിയാം. ബാലു എന്ത് ചെയ്യാൻ പോവാ? ഒരുങ്ങാൻ പോവാണോ? ഞാൻ ഇന്ന് മേക്കപ്പ് ഇടാൻ വന്നതാണ്. ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് കാണിക്കാം. അങ്ങനെ പിന്നെ അറിയില്ല, ക്ലാസ്സിലിരിക്കുമ്പോഴത്തേനും എന്തായാലും അടങ്ങിയിരിക്കണ സ്വഭാവം കാണിക്കത്തില്ല. ബെഞ്ചിൽ ഓട്ടവും ബഹളവും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയപ്പോൾ പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. എന്തുവാ ബെഞ്ചിൽ നിരയും കളിക്കുന്നു, ഡെസ്കിൻ്റെ മണ്ടയിൽ വലിഞ്ഞു പിടിച്ച് കയറുന്നു. എനിക്കറിയാൻ മേലെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഇതിനെയൊക്കെ അടക്കിയിരുന്ന ടീച്ചർമാരെ സമ്മതിക്കണം, അത് വേറൊരു കാര്യം. എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തിയാണ് മേക്കപ്പൊക്കെ ഇട്ടെടുത്തത് കേട്ടോ. മേക്കപ്പ് ഇടാതിരിക്കുമ്പോഴത്തേക്ക് ഇവളുടെ മുഖത്ത് മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് അവൾക്ക് ചിരി വരുന്നുണ്ട്, ഇക്കിളാവുന്നുണ്ട്. അങ്ങനെ പിന്നെ മുഖത്തുള്ള മേക്കപ്പൊക്കെ ടീച്ചർ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ കുഞ്ഞു പിള്ളേരെ LKG പ്ലേ ക്ലാസ്സിലെ പിള്ളേരുടെയൊക്കെ മുഖത്ത് മേക്കപ്പ് പോകും. കാരണം ഇവർ മൂക്കിലും അവിടെയൊക്കെ തോളും അവർക്ക് പെട്ടെന്ന് ഇറിറ്റേഷനൊക്കെ ആവത്തില്ലേ. അതിന് കുഴപ്പമില്ല, നല്ല മേക്കപ്പൊക്കെ ആയിരുന്നു. കുറേ നേരം ഇട്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പ്രോഗ്രാം തുടങ്ങുമ്പോൾ. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഡാൻസ് പ്രോഗ്രാം ആകുമ്പോഴത്തേനും നമ്മൾ മേക്കപ്പ് ഇട്ട് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഇത്രയും കുട്ടികളെ ചെയ്തെടുക്കുന്നതല്ലേ. പിന്നെ ജാനുമോളുടെ ഫൈനൽ മേക്കപ്പ് എല്ലാം ഇത് ജാനുമോളുടെ ഡാൻസ് ടീച്ചറായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഡാൻസ് ടീച്ചറായിരുന്നു. ഈ വർഷം വേറെ ടീച്ചേഴ്സൊക്കെ ആയിരുന്നു. പഴയ ഡാൻസ് ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ ഇത്തവണ ആനിവേഴ്സറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറെ ലാസ്റ്റ് മേക്കപ്പ് എല്ലാം റെഡിയാക്കി ഫിനിഷാക്കി കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാലുവിന് പിരിയം വരയ്ക്കായിരുന്നേ. പിരികം വരച്ചു, കണ്ണെഴുതി, ലിപ്സ്റ്റിക് ഇട്ടു. ഇപ്പോൾ പിരികമൊക്കെ വരച്ചൊന്നും വേറെ ആരെയോ പോലും ഇരിക്കുന്നുണ്ടായിരുന്നേ. മേക്കപ്പ് ഇട്ടപ്പോൾ കണ്ണൊക്കെ എഴുതിയപ്പോൾ അവളെ കണ്ണ് കുറച്ചും കൂടി പ്രൊജക്റ്റായി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അത്ര എഴുതിയപ്പോഴത്തേനും. അങ്ങനെ പിന്നെ മുടി കെട്ടിക്കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഹെയർ സ്റ്റൈല് 2 സൈഡിലായിട്ട് പോണിറ്റെയിൽ കെട്ടുന്നതായിരുന്നു, കൊമ്പ് കെട്ടുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കെട്ടിക്കൊടുത്തു. അപ്പോൾ എൻ്റെ കുട്ടപ്പം എന്താ ഇവിടെ കയ്യിലൊക്കെ ഈ അളത്തേക്ക് ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറി ഞാൻ വിചാരിച്ചു ഇവളൊന്നും കളിക്കത്തില്ലായിരിക്കും, അല്ല സ്റ്റേജിൽ കയറി ഇന്ന് കരയോ എന്നൊക്കെ പേടിയായിരുന്നു. പക്ഷേ എൻ്റെ മോൾ നല്ലതായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് കളിച്ചു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഡാൻസ് ഇഷ്ടമല്ല, കളിക്കത്തില്ല എന്നൊക്കെ പൊതുവേ പറയുന്നത്. പക്ഷേ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് ആളങ്ങ് മാറി നല്ലതായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ മോൾ അവിടെ നിന്ന് സ്റ്റേജിൽ കളിക്കുന്നുണ്ടപ്പോൾ നമുക്ക് 2 ദിവസത്തേക്ക് മാറ്റേണ്ടി വന്നു. അറിയാം, കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിലുള്ള കുറെ ആൾക്കാർ. അങ്ങനെ ഒഫീഷ്യൽ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, ജാനുവിനും ബാലുവിനും ഒക്കെ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി. സർട്ടിഫിക്കറ്റ്സും പിന്നെ ടാലൻറ്റ് എക്സാമിൻ്റെയൊക്കെ മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ടായി. ഇത് പൂജാ ഡാൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പാട്ടൊന്നും വെക്കുന്നില്ല. നല്ല ഡാൻസായിരുന്നു, നല്ല കൊറിയോഗ്രഫി ആയിരുന്നു. കുട്ടികളെല്ലാം നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നേ. പൂജ ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ ബാലുവിൻ്റെ ഡാൻസ് ആയിരുന്നേ. അമ്പിളിമാമൻ എന്ന് പറയുന്ന പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവള് വീട്ടിൽ വന്ന് പാട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നും കളിക്കത്തില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ജാനുമോളുടെ പാട്ടുണ്ടായിരുന്നു. പാട്ട് കഴിഞ്ഞ് പിന്നെ ഒരു കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ വലിയ ആൾക്കാർ കളിക്കുന്നത് അതുപോലെ തന്നെ നല്ല ചടുലമായിട്ട് കുട്ടികളെല്ലാം കളിച്ചു. ഇവരെയൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നു എന്തോന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ ഒരു മാഷപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ തകർത്തടിച്ച് പൊളിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് പാതിരാത്രി അവിടെ തളർന്ന് പണ്ടാരടങ്ങി, വിശപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാമേ.